ഓസ്കാർ അവാർഡ്സൊക്കെ അടുത്ത് വരാണ്. അതുകൊണ്ട് തന്നെ ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള സിനിമകളെക്കുറിച്ചുള്ള ഡിസ്കഷനും വളരെ ലൈവാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഗോൾഡൻ ഗ്ലോബിൽ കോമ്പീറ്റ് ചെയ്ത സിനിമയാണ് വെപ്പൺസ്. വെപ്പൺസ് 2 കാറ്റഗറിയിലുണ്ടായിരുന്നു. ഒന്ന് ബോക്സ് ഓഫീസ് ആൻഡ് സിനിമാറ്റിക് അച്ചീവ്മെൻറ്റ്, രണ്ടാമത്തേത് പിന്നെ ബെസ്റ്റ് ഫീമെയിൽ സപ്പോർട്ടിംഗ് ആക്ട്രസ്. രണ്ടിലും കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തേത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓസ്കാറിൽ ഒരു ഒരു വളരെയധികം ചാൻസ് ഉണ്ടെന്ന് പറയുന്ന സിന്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കിട്ടിയത്. രണ്ടാമത്തെ ഈ സപ്പോർട്ടിംഗ് ആക്ട്രസ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ പെർഫോമൻസിന് ടിയാന ടൈലർക്കാണ്. അത് വളരെ വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ബാക്ക് ടു വെപ്പൺസ്. വെപ്പൺസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യമേ തന്നെ ഒരു ഇന്ത്യൻ സിനിമയായിട്ടുള്ള അതിൻ്റെ സിമിലാരിറ്റി എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. സത്യത്തിൽ ഈ ഒരു പിന്നെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഇങ്ങനെ കുട്ടികളുടെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു തീം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് വരിക ഇങ്ങനത്തെ ഒരു കുറേ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ വഷ് ലെവൽ 2 എന്ന് പറഞ്ഞ ഗുജറാത്തി സിനിമ, ആ സിനിമയുടെ പിന്നെ കഴിഞ്ഞ വർഷമാണ് അത് റിലീസായത്. അതിൻ്റെ ഷോട്ടുകൾ ഇനീഷ്യലി അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേ ഷോട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിമിലർ തീം തന്നെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മൾ ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ. ഈ കുട്ടികളെ വെച്ച് ഇങ്ങനത്തെ ഒരു തീം വരുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എഫക്റ്റഡ് ആവും ഇത് കാണുമ്പോൾ. ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മെൻ്റലി തന്നെ കുറച്ചൊരു വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, വഷിൻ്റെ ഫസ്റ്റ് പാർട്ട് റീമേക്ക് ഹിന്ദിയിൽ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മാധവൻ അഭിനയിച്ച ഷെയ്ത്താൻ എന്ന് പറഞ്ഞ സിനിമ. മാധവൻ അഭിനയിച്ച് കുളമാക്കിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഗുജറാത്തി വേർഷൻ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ് കേട്ടോ. ഞാനിത് കണക്ട് ചെയ്ത് പറഞ്ഞത് ഇതിൻ്റെ തീമിൻ്റെ സിമിലാരിറ്റി കൊണ്ടാണ്. അപ്പോൾ വെപ്പൺസിൻ്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത്, ഒരു ദിവസം രാവിലെ ഒരു പ്രൈമറി ലെവൽ ക്ലാസ്സിൽ ഒരു സ്കൂളിൽ കുട്ടികൾ അതായത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം പ്രസൻ്റ് ആവുന്നു, ബാക്കി എല്ലാവരും മിസ്സിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു സെർച്ച് നടക്കുന്നു, അതെവിടേക്കൊക്കെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു തീം. അപ്പോൾ ആദ്യം ഈ ഒരു മിസ്സിങ് ഇത് കാണിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സാക് റെഗർ പിന്നെ ഒരു നല്ലൊരു ക്യാരക്ടർ ആർക്കിലേക്ക് പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് തന്നെ ഈ സിനിമയായിട്ട് ഫസ്റ്റ് നമുക്ക് ആദ്യം ഇങ്ങനെ കാണുമ്പോൾ പിന്നെ കുറേ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഒരു പോർട്രേ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഈ കണക്ഷൻ എന്ന് വിചാരിക്കും. പക്ഷേ വളരെ എൻഗേജിങ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻസ്, ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പോർട്രേയിൽ പോകുന്നത്. അവസാനം ഇത് മെയിൻ പ്ലോട്ടായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നത് ഇതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. കാരണം അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് പാർട്ട് ഈ സിനിമയുടെ വെപ്പൺസിൻ്റെ. അപ്പോൾ അത് കുറച്ച് വീക്കാണ്, അവിടുത്തെ റൈറ്റിംഗ് കുറച്ച് വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ഏരിയയിൽ വളരെ യുണീക്കായിട്ടുള്ള റോള് ചെയ്ത ആമി മേഡിഗൻ എന്ന് പറഞ്ഞ വളരെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു അമേരിക്കൻ ആക്ട്രസ്സാണ്. അവരുടെ ആ ഒരു പോർഷൻ ഒന്ന് വീക്കായ പോലെയാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവരാണ് ഈ ടിയാനയുടെ കൂടെ ഈ സപ്പോർട്ടിംഗ് ആക്ട്രസിന് വേണ്ടിയിട്ട് ഗോൾഡൻ ഗ്ലോബിൽ കോമ്പീറ്റ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം കിട്ടാതിരുന്നതെന്ന് തോന്നുക. അവരുടെ പെർഫോമൻസൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ ജോഷ് ബ്രോലിൻ വളരെ ആക്റ്റീവായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ജൂലിയ ഗാർണറാണ്. ജൂലിയ ഗാർണർ മറ്റേ ഒസാർക്കിലൊക്കെ അഭിനയിച്ച നെറ്റ്ഫ്ലിക്സിലൊരു സീരീസാണ്, വളരെ പോപ്പുലറായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച നടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വിചാരിക്കും ജൂലിയയ്ക്കൊക്കെ നല്ല ഒരു വളരെ കാര്യമായിട്ടുള്ളൊരു റോളുണ്ടെന്ന് വിചാരിക്കും തുടക്കത്തിൽ. പക്ഷെ അങ്ങനെയല്ല. ആ ക്യാരക്ടറൊന്നും അങ്ങനെ ഓവറായിട്ടൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ക്യാരക്ടർ ആർക്കുകൾ വരുന്നുണ്ട്. അതിലൊരു ക്യാരക്ടറായിട്ടാണ് പിന്നെ ജൂലിയനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു എൻഡിൽ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വീക്കാവുന്നുണ്ടെങ്കിലും നമ്മൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെപ്പൺസ് എന്ന് പറഞ്ഞ സിനിമയിൽ സാക്കിൻ്റെ ഒരു ഡയറക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷോട്ടുകളുടെ സീക്വൻസിങ് ആണ്. പല സിനിമകളും സീരീസുകളും പ്രിസണേഴ്സ് പോലുള്ള സീരീസുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് സാക്ക് പറയുന്നത്. ശരിയാണ്, നമുക്ക് ഷോട്ടുകളുടെ ഒരു മൂഡ് ഇതിൻ്റെ ഒരു സസ്പെൻസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു ഷോർട്ട് സീക്വൻസിങ് ആണ് ഈ സിനിമയിലുള്ളത്. ബേസിക്കലി വെപ്പൺസ് നല്ല വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ഒരു സംഭവം എനിക്ക് അത്ര ഒരു നന്നായിട്ട് തോന്നിയില്ല. പക്ഷേ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് പോകാവുന്ന ഒരു സിനിമയാണ് വെപ്പൺസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്, പ്രൈമിലുമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വെപ്പൺസ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഒപ്പീനിയൻസൊക്കെ അറിയിക്കുക.